കായിക പ്രേമികളുടെ കണ്ണും കാതും മനവുമാകെ ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ നാട്ടിലാണ് അല്ലെ. ഫ്രാൻസിന്റെ തലസ്ഥാന നഗരിയായ പാരീസിൽ 2024 ജൂലൈ 26 ഇത്തവണത്തെ ഒളിമ്പിക്സിന് ആരവമുയർന്നത്. മെയ്ക്കരുത്തും മനക്കരുത്തും മാറ്റുരയ്ക്കപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കങ്ങളിൽ ഒന്നായ ഒളിമ്പിക്സിനെ കുറിച്ച് പറയാൻ വിശേഷങ്ങളേറെയുണ്ട്. ഒളിമ്പിക് മാസ്കോട്ട് എന്ന് വിളിക്കപ്പെടുന്ന ഒളിമ്പിക് ചിഹ്നത്തെക്കുറിച്ചുള്ള വിശേഷമാണ് ഈ വീഡിയോയിൽ. ഓരോ ഒളിമ്പിക്സിന്റെയും സ്പിരിറ്റ് വഹിക്കുന്ന അംബാസഡർമാർ ആയാണ് ഒളിമ്പിക് മാസ്കോട്ടുകളെ സാധാരണ കണക്കാക്കാറ്. ഇത്തവണത്തെ ഒളിമ്പിക് ചിഹ്നം ഒളിമ്പിക് ഫ്രിജീസ് ആണ്. കാണുമ്പോൾ ത്രികോണാകൃതിയിൽ 2 കാലുകളൊക്കെയുള്ള രൂപം പോലെ തോന്നാം. ഫ്രാൻസിലെ പരമ്പരാഗത ഫ്രിജിയൻ തൊപ്പികളെ അടിസ്ഥാനമാക്കിയാണ് ഇത്തവണത്തെ ഒളിമ്പിക് മാസ്കോട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകങ്ങളായ ഫ്രിജിയൻ തൊപ്പികൾ ഫ്രാൻസിലെ സ്റ്റാമ്പുകളിലും നാണയങ്ങളിലും ടൗൺ ഹാളുകളിലുമൊക്കെ കാണാം. ഫ്രഞ്ച് പതാകയിലെ നീല, വെള്ള, ചുവപ്പ് നിറങ്ങളിലാണ് ഒളിമ്പിക് മാസ്കോട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മധ്യഭാഗത്തായി ഇത്തവണത്തെ ഒളിമ്പിക്സിന്റെ ലോഗോയും പതിച്ചിട്ടുണ്ട്. സ്പോർട്ടി, ലവ് ടു പാർട്ടി ആൻഡ് ആർ സോ ഫ്രഞ്ച് എന്നാണ് പാരീസ് ഒളിമ്പിക്സിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഒളിമ്പിക് ഫ്രിജീസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. 1789 ജൂലൈ മാസത്തിൽ വിപ്ലവകാരികൾ ബാസ്റ്റിൽ ജയിലിൽ ഇരച്ചെത്തി ഫ്രഞ്ച് വിപ്ലവത്തിന് തുടക്കമിട്ടപ്പോൾ അവർ ധരിച്ചിരുന്നത് ഈ തൊപ്പികളാണ്. അന്നു മുതൽ അവ ഫ്രാൻസിൽ സ്വാതന്ത്ര്യത്തിന്റെയും വിപ്ലവത്തിന്റെയും പ്രതീകമായി അറിയപ്പെടുന്നു. അന്താരാഷ്ട്ര തലത്തിലും ഫ്രിജിയൻ തൊപ്പിക്ക് പല മാനങ്ങളുമുണ്ട്. റോമ സാമ്രാജ്യത്തിൽ നിന്നും അടിമകൾ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെ കൂടി അവ പ്രതിനിധാനം ചെയ്യുന്നു. സ്വതന്ത്രരായി പുറത്തെത്തിയവർ ഈ തൊപ്പിയാണ് അന്ന് ധരിച്ചിരുന്നത്. ഫ്രാൻസിൽ മാത്രമല്ല, വടക്കേ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലുമൊക്കെ സ്വാതന്ത്ര്യത്തിന്റെ അടയാളങ്ങളായി ഇവ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഫ്രാൻസിലെ പ്രശസ്തമായ നോത്രേദാം കത്തീഡ്രലിന്റെയും പാരീസിലെ ഈഫൽ ടവറിന്റെയും നിർമ്മാണ വേളയിൽ തൊഴിലാളികൾ ധരിച്ചിരുന്നത് ഈ തൊപ്പികളാണെന്നും ചരിത്രം പറയുന്നു. 200 വർഷത്തിൽ ഏറെയായി ഫ്രാൻസിലെ തെരുവുകളിലെ ഒരു പതിവ് കാഴ്ചയാണ് ഫ്രിജിയൻ തൊപ്പികൾ. സ്പോർട്സിന് ജനങ്ങളെയും ജനജീവിതങ്ങളെയും മാറ്റിമറിക്കാൻ കഴിയും എന്ന് തെളിയിക്കുക, അതൊരു വിപ്ലവമായി മാറ്റുക എന്നതൊക്കെയാണ് ഈ വർഷത്തെ ഒളിമ്പിക്സിന്റെ വിഷൻ. ആ ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒളിമ്പിക് ചിഹ്നം തന്നെ അണിയറ പ്രവർത്തകർ തിരഞ്ഞെടുത്തതും ഒട്ടും യാദൃച്ഛികമല്ല.